നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികളെയും ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം മിർസ ഗാലിബിൻ്റെ പാഠഭാഗത്തിലെ മേരി പഹ്ചാൻ കി ബിസ്തി എന്ന് തുടങ്ങുന്ന പാരഗ്രാഫാണ് നമ്മൾ അവസാനമായി എടുത്തത്. കുട്ടികളെല്ലാവരും പാഠഭാഗം പഠിക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് ചിരാഗ് അലിയെ ഹഡ്സൺ വധിച്ചതും അതുപോലെ ബഹദൂർ ഷാ ജഫറിൻ്റെ രണ്ട് കുട്ടികളെ ഷഹസാദ ഫസലിനെയും അതുപോലെ മിർസ അബൂബക്കറിനെയും കൊന്ന വധിച്ച വിവരമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മേരെ പഡോസ് മേം തുടങ്ങുന്ന പാരഗ്രാഫാണ്. मेरे पड़ोस में एक गरीब औरत मेहरुनिसा रहती है. उसके पति की मौत को 7 साल हुए हैं. अकेली औरत दूसरों के घर में झाड़ू लगाकर किसी तरह से अपनी गुजर बसर करती थी, लेकिन जब घर ही नहीं रहे बस्ती की बस्तियां जला दी गई तो मेहरुनिसा काम न मिलने से भूखों मरने लगी. आज उसके यहाँ मैंने 10 रोटियाँ पहुँचाई. दूसरी जो 10 रोटियाँ बची उससे मेरे दोनों बेटों और नौकरों का काम चला. मेरे हिस्से में 1.5 रोटी आई. फिर भी तसल्ली दी कि मेरी रोटियों से मेहरुनिसा और उसकी 2 बेटियों की भूख तो बुझी. मेरा क्या, मेरी तो भूखा रहने की आदत ही हो गई है. कुटियों ശ്രദ്ധിക്കുക. मेरे पड़ोस में एक गरीब औरत मेहरुनिसा रहती है. എൻ്റെ പടോസ് എന്ന് പറഞ്ഞാൽ അയൽവക്കത്ത്, നൈബർ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ഗരീബ് ഔരത്ത്, ഗരീബ് എന്ന് പറഞ്ഞാൽ ദരിദ്രനായ പൈസയില്ലാത്ത പുവർ വുമൺ, ഒരു സ്ത്രീ താമസിച്ചിരുന്ന ഔരത്ത് പറഞ്ഞ സ്ത്രീ. അവരുടെ പേരാണ് മെഹറുന്നിസ. ഉസ്കെ പതിക്ക് മൗത് കോ 7 സാൽ ഹുയേ. അവരുടെ ഭർത്താവ് മരിച്ചിട്ട് ഏകദേശം 7 വർഷമായിരുന്നു. അക്കേലി ഔരത്ത്, ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു സ്ത്രീയായിരുന്നു, തനിച്ച് കഴിയുന്ന ഒരു സ്ത്രീയായിരുന്നു. ദൂസരോं के घर में झाड़ू लगाकर किसी तरह से अपनी गुजर बसर करती है. മറ്റുള്ള ആളുകളുടെ വീട്ടിൽ പോയിട്ട് അടിച്ചു വാരിയിട്ടും ക്ലീനിങ് ചെയ്തിട്ടും വൃത്തിയാക്കിയിട്ടൊക്കെ അവരുടെ ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നു. ലേക്കിൻ ജബ് ഘർ ഹി നഹീ രേ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? എപ്പോഴാണോ ഇന്നിപ്പോൾ വീടുകളൊന്നുമില്ല, ബസ്തിക്ക് ബസ്തിയാം ചലാതി, വീടുകളും അതുപോലെ കോളനികളും എല്ലാം എന്ത് ചെയ്തു? അഗ്നിക്കിരയാക്കി, കത്തിച്ചു. तो मेहरुनिसा काम न मिलने से भूखों मरने लगी. അങ്ങനെ മെഹറുനിസ ജോലിയൊന്നുമില്ലാതെ, ശമ്പളമൊന്നുമില്ലാതെ എന്തായി? വിശന്ന് മരിക്കാൻ പോവുകയാണ്. ഭൂഖിന് പറഞ്ഞാൽ വിശക്കുക, വിശന്നിട്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ കിട്ടാഞ്ഞിട്ട് മരിക്കാൻ പോവുകയാണ്. ആജ് ഉസ്കെ യഹാ മേനെ 10 റൊട്ടിയാൻ പਹੁഞ്ചായി. ഇന്ന് അവർക്ക് ഞാൻ 10 റൊട്ടികൾ എത്തിച്ചു നൽകി. ദൂസരി ജോ 10 റൊട്ടിയാൻ ബജി. ബാക്കി എൻ്റെ കയ്യിൽ 10 റൊട്ടികൾ ബാക്കിയുണ്ടായിരുന്നു. ഉസ്മേൻ സെ ദോനോ ബേട്ടോ, അതിൽ നിന്നും എൻ്റെ 2 കുട്ടികൾക്കും നൗക്കരോं का काम चला, എൻ്റെ വേലക്കാർക്കെല്ലാം പങ്ക് ചെയ്ത് നൽകി. മേരെ ഹിസ്സേമേ 1.5 റൊട്ടിയായി. എൻ്റെ ഭാഗമായ, എൻ്റെ പങ്കായിട്ടുള്ള, ഹിസ്സ എന്ന് പറഞ്ഞാൽ എൻ്റെ ഷെയർ, എൻ്റെ പങ്ക് എന്താണ്? 1.5 റൊട്ടി ഉണ്ടായിരുന്നു. फिर भी तसल्ली दी कि मेरी रोटियां से मेहरुनिसा और उसकी 2 बेटियों की भूख तो बुझी है. എൻ്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ, എൻ്റെ റൊട്ടികളും കൂടി മെഹറുനിസാക്കും അവരുടെ കുട്ടികൾക്കും നൽകിയാൽ അവരെ വിശപ്പടക്കാൻ കഴിയും എന്നെനിക്ക് തോന്നി. മേരി തോ ഭൂഖ് രഹനെ കാ ആദത്ത് ഹി ഹോ ഗയി. എനിക്കാണെങ്കിൽ വിശന്നിട്ട് നല്ല ശീലമുണ്ട്. ആദത്ത് എന്ന് പറഞ്ഞാൽ ശീലം, പരിചയമുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്.
मेरे पड़ोसी ഹീരാ സിംഗ് ഏക് നൗജവാൻ എൻ്റെ വേറൊരു അയൽവാസിയായിരുന്നു ഹീരാ സിംഗ് എന്ന ഒരു നൗജവാനായിരുന്നു, യുവാവായിരുന്നു. ഓ മുജെ ഹിമ്മത്ത് ബാന്ധാത, അദ്ദേഹം എനിക്ക് നല്ല ധൈര്യം നൽകിയിരുന്നു. ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ധൈര്യം നൽകുക. ഇസ് ആദേ വീരാൻ और ആദേ ആബാദ് ഷഹർ में ശിവാജി രാം भी तो है. ഇങ്ങനെ ഇവിടെ ഈ ഇന്നത്തെ ദില്ലിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പകുതി വിജനമായി കിടക്കണം. വീരാൻ എന്ന് പറഞ്ഞാൽ വിജനമായി കിടക്കുക, ആളില്ലാതെ കിടക്കുക. പകുതി വിജനവും ആദേ ആബാദ്, പകുതി ഭാഗത്താണ് പകുതി ആളുകളേ ഉള്ളൂ. ജനങ്ങൾ തിങ്ങി നിൽക്കുക, അല്ലെങ്കിൽ തിങ്ങിപ്പാർക്കുക. ആബാദ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുക എന്നൊക്കെയാണ്. ആ ഈ ദിവസങ്ങളിൽ മുസ്സെ കഹത്തെ ഹെ, എന്നോട് പറയായിരുന്നു, ശിവാജി രാം ജോ മുസ്സെ കഹത്തെ ഹെ, എന്നോട് പറയുന്നു, മുസീബത്ത് കെ ഏക് ദിൻ, ഈ മുസീബത്ത് കെ ഏ ദിൻ, ഈ നമുക്ക് ഇന്ന് വളരെ പ്രയാസമുള്ള ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾ കബി ന കബി ഖത്തമൊക്കെ, ഒരു ദിവസം അവസാനിക്കും എന്ന് എന്നോട് പറയുമായിരുന്നു. ഉൻകാ ലഡ്ക ബാലമുകുന്ദ് മുझे अपने पिता की तरह चाहता है. അവരുടെ മകൻ ബാലമുകുന്ദ് എന്നെ തൻ്റെ അച്ഛനെ പോലെ ഇഷ്ടപ്പെട്ടിരുന്നു. ജബ് മേം ബീമാർ പടാ, എപ്പോഴാണ് എനിക്ക് അസുഖം വന്നത്, ഞാൻ രോഗിയായത്, ബാലമുകുന്ദ് അംഗ്രേസ് സിപ്പായിയോം കി നസറോം സെ, ബാലമുകുന്ദ് ഇംഗ്ലീഷ് സൈനികരുടെ കണ്ണു വെട്ടിച്ച് ഏക്ക് ഹാക്കിം കോ മേരെ പാസ് ലായ, ഒരു വൈദികനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഹാക്കിം കി ദവാസ മേരെ ജാൻ ബജി, ആ വൈദികൻ്റെ ദവ എന്ന് പറഞ്ഞാൽ മെഡിസിൻ, മരുന്ന് കൊണ്ട് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. മുझे ജിന്ദഗി ബാലമുകുന്ദ് കി മദദ് സെ ഹി വാപ്പസ് മിലി, എൻ്റെ ജീവിതം ബാലമുകുന്ദിൻ്റെ സഹായം കൊണ്ട് തിരിച്ചു കിട്ടി എന്നാണ് പറയുന്നത്. ദൂസരെ കെ ദോസ്തോമേ മേരട്ട് കെ അരിഗോപാൽ തുഫ്ത ഹെ, എൻ്റെ വേറൊരു സുഹൃത്തായിരുന്നു മീററ്റിലുള്ള അരിഗോപാൽ തുഫ്ത, അദ്ദേഹത്തിൻ്റെ പേരാണ് അരിഗോപാൽ തുഫ്തയായിരുന്നു. ഷായരി കർത്തേ ഹെ, അദ്ദേഹം എന്തായിരുന്നു, ഒരു ഷായരിയായിരുന്നു. ഷായരി എന്ന് പറഞ്ഞാൽ കവിയായിരുന്നു. അയാൾ കവിത എഴുതുന്ന ആളായിരുന്നു. അങ്ങനെ उन्होंने मुझे अपने घर मेरठ से नकद रुपया भेजा. അദ്ദേഹം എന്തായി, മേററ്റിൽ നിന്നും എനിക്ക് കുറച്ച് പണം അയച്ചു തന്നു. गेहूं की कुछ बोरियां भी तुफ्ता के आदमी मेरे घर रख गए. ഗോതമ്പിൻ്റെ കുറച്ച് ചാക്കുകളും ഏതാനും ചാക്കുകൾ അദ്ദേഹത്തിൻ്റെ ആൾക്കാരുടെ കൈവശം എത്തിച്ച് തന്നു. ഉനോനെ കഹ്ല ബേജാ ഹെ കി, അദ്ദേഹം പറയണമെന്ന് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞ, വേ മേരി മദദ് ഹർ കിസ്മ സെ കർത്തേ രഹത്തെ ഹെ, എന്നോട് വേവലാതിപ്പെടേണ്ടതില്ല എന്നും അദ്ദേഹം എല്ലാ രീതിയിലും സഹായിക്കും എന്നുകൂടി പറഞ്ഞു വിട്ടു. ആദ്മി മേരെ ഘർ രഖുകയെ ഉനോനെ കഹ്ല ബേച്ചാ ഹെ, അയാൾ പറഞ്ഞു വിട്ടിരുന്നു, വേവലാതിപ്പെടേണ്ട, മേം ഫിക്രിന കരും, നിങ്ങൾ വിഷമിക്കുന്ന അല്ലെങ്കിൽ വേവലാതിപ്പെടേണ്ടതില്ല, അദ്ദേഹം എല്ലാ രീതിയിലും എന്നെ സഹായിക്കും എന്ന് പറഞ്ഞു വിട്ടിരുന്നു. ഇവിടെ സൈഡിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, മേരി തോ भूखा रहने की आदत ही हो गई है, ഗാലിബ് को भूखा रहने की आदत कैसे हुई होगी എന്നാണ് ചോദ്യം. വിശന്നിരിക്കുന്നത് എൻ്റെ സ്വഭാവമായി കഴിഞ്ഞിരുന്നു. ഗാലിബ് ഈ അവസ്ഥ എങ്ങനെ ഉണ്ടായതായിരിക്കും എന്നാണ് ചോദ്യം. വിശന്ന് എനിക്ക് നല്ല ശീലമുണ്ടെന്നും ഗാലിബിന് കോ ഭൂഖ് രഹനെ ആദത് കൈസെ, എങ്ങനെയാണ് ഗാലിബിന് ഈ ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, ഗാലിബ് തൻ്റെ പങ്ക് ഭക്ഷണം വിശന്നിരിക്കുന്ന നിസ്സഹാരായ ആളുകൾക്ക് കൊടുക്കുമായിരുന്നു, അല്ലേ? ഗാലിബിനെ സ്വയം ഭൂഖ് രഹനെ അപ്നെ ഹിസ്സെ ക ഭോജൻ ഭൂഖെ
निराश्रय को देता था, ऐसे उन्हें भूखा रहने की आदत हुई होंगी. ഖലീഫ് തൻ്റെ ഭക്ഷണത്തിൻ്റെ പങ്ക് വിശന്നിരിക്കുന്ന പാവപ്പെട്ട നിസ്സഹായരായ ആളുകൾക്ക് കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ഒരു ശീലം തോന്നുന്നത് എന്നാണ് പറയുന്നത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി എല്ലാ വിദ്യാർത്ഥികളും നോട്ടിൽ എഴുതി വെച്ചിട്ട് അടുത്ത ഒരു ക്ലാസ്സിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം.